ഹലോ എവ്രിവൺ, വെൽക്കം ടു ലീഗൽ ലോർ ബൈ അനുഷ. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ധർമ്മ അക്കോർഡിംഗ് ടു ഹിന്ദു ലോ ആണ്. സോ ധർമ്മയെ പറ്റി പറയുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആണ് നോക്കാനുള്ളത്. ധർമ്മ എന്ന് പറയുന്ന ഒരു മേജർ കൺസെപ്റ്റ് ആണ് ഹിന്ദു ലോയിൽ. അതിനകത്ത് പറയുന്നത് മോറൽ ഡ്യൂട്ടീസ്, എത്തിക്കൽ ഡ്യൂട്ടീസ്, ലീഗൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ്. അവരെങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ധർമ്മയിൽ പറയുന്നത്. ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ആൻഷ്യൻ ഹിന്ദു ടെക്സ്റ്റുകളിൽ നിന്നാണ്. അതായത് വേദ, ഉപനിഷത്തുകള്, സ്മൃതീസ്, മഹാഭാരതത്തിൽ നിന്ന് ഒക്കെയാണ് ഈ ധർമ്മ എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഇത് ഒരു റിലീജിയസ് അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് മാത്രമല്ല. ഇത് എങ്ങനെയാണ് ഒരു സൊസൈറ്റി ഫങ്ഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ധർമ്മയിലാണ്. ധർമ്മയുടെ കീ ആസ്പെക്റ്റുകൾ എങ്ങനെയാണ് ഹിന്ദു ലോയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് പറയുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് മോറൽ ഓർഡർ ആണ്. അതായത് ധർമ്മ റെപ്രസെന്റ് ചെയ്യുന്നത് മോറൽ ലോനെയാണ്, അല്ലെങ്കിൽ ഡിവൈനെയാണ്. അത് എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിനെ ഗവേൺ ചെയ്യുന്നത്, അതുപോലെ എന്താണ് എത്തിക്കൽ കോഡ്, എന്താണ് ഒരു ഇൻഡിവിജ്വലിനെ ഒരു ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടക്റ്റിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെയാണ് മോറൽ ഓർഡറിൻ്റെ അകത്ത് പറയുന്നത്. ഈ മോറൽ ഓർഡർ എൻഷുർ ചെയ്യുന്നത് ഹാർമണിയാണ്. പേഴ്സണൽ ലൈഫിലും സൊസൈറ്റി അറ്റ് ലാർജിലും എങ്ങനെ ഹാർമണി ഉണ്ടാക്കുന്നു എന്നാണ് മോറൽ ഓർഡറിൻ്റെ അകത്ത് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ധർമ്മ പറയുന്നത് ഡ്യൂട്ടിയും ഒബ്ലിഗേഷനുമാണ്. ഒരാൾക്ക് അയാളുടെ ഫാമിലിയോട് അല്ലെങ്കിൽ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനോട് ഉള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ലിഗേഷനാണ് അയാൾക്ക് സ്വന്തമായിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിപ്പോൾ ഒരാൾക്കുള്ള സെയിം ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ആയിരിക്കണമെന്നില്ല വേറൊരാൾക്ക് ഉണ്ടാകുന്നത്. അതായത് ഒരാളുടെ ഏജ്, ജെൻഡർ, അയാൾ ഏത് സോഷ്യൽ ക്ലാസ്സിലാണ്, ഏത് വർണ്ണയിലാണ് അയാൾ വരുന്നത്, അതുപോലെ അയാളുടെ ലൈഫ് സ്റ്റേജ് എങ്ങനെയാണ്, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യത്യാസം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാളുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസിലും വ്യത്യാസങ്ങൾ വരാം. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ ഡ്യൂട്ടി എന്താണ്? പഠിച്ച് വളരുക. പക്ഷെ ഒരു ഹൗസ് ഹോൾഡർ ആണെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ഒരു ഫാമിലിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഹൗസ് ഹോൾഡറിന്റെ റെസ്പോൺസിബിലിറ്റി. ഇതിൽ പറയുന്നത് ഒരാളുടേത് മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്നാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ജസ്റ്റിസ് ആൻഡ് ലോ. ഈ ധർമ്മയിൽ പറയുന്നത് ജസ്റ്റിസ് ആൻഡ് ഫെയർ ജഡ്ജ്മെന്റ് ആണ്. അതായത് ഒരു ഡിസിഷൻ എപ്പോഴും എടുക്കുന്നത് ഫെയർ ആയിട്ടായിരിക്കണം, ട്രൂത്ത് ആയിട്ടായിരിക്കണം, അതുപോലെ അവിടെ ഒരു മോറൽ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. മനുസ്മൃതിയും അതുപോലെ തന്നെ ഉള്ള ടെക്സ്റ്റുകളും ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണ് ധർമ്മയിലൂടെ ഒരു ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാം, എങ്ങനെയാണ് ആ ഡിസ്പ്യൂട്ട് പരിഹരിക്കാം ധർമ്മ അനുസരിച്ച് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മനുസ്മൃതിയിലും അതുപോലുള്ള ടെക്സ്റ്റുകൾ ആൻഷ്യൻ ഹിന്ദു ടെക്സ്റ്റുകളിലും പറയുന്നത്. നാലാമത് പറയുന്നത് റൈറ്റിയസ്നെസ് ആണ്. അതായത് ധർമ്മയിൽ എപ്പോഴും എന്താണ് സത്യം, എങ്ങനെയാണ് നമ്മൾ ആ സത്യത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പറയുന്നത്. അതായത് നമ്മുടെ ആക്ട്, നമ്മുടെ ഇൻഡിവിജ്വൽ ആക്ട് എപ്പോഴും മോറലി കറക്റ്റ് ആയിട്ടുള്ള മാനറിലായിരിക്കണം. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എപ്പോഴും ശരിയായിരിക്കണം. അത് നമ്മുടെ സ്വന്തം സ്പിരിച്വൽ ഗ്രോത്തിലേക്കും അതുപോലെ സൊസൈറ്റിയുടെ ഒരു വെൽബീയിങ്ങിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ശരിയെന്ന് തോന്നുന്ന ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ടത്. അത് കാരണം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഡിസിഷൻ എടുക്കരുത്. ഇതാണ് ധർമ്മയിലെ റൈറ്റിയസ്നെസ്സിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് പറഞ്ഞു. ഇതിൽ കൺസെപ്റ്റ് ഓഫ് ധർമ്മയാണ് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ധർമ്മ എന്ന് പറയുന്നത് ഹിന്ദു ലീഗൽ ഫിലോസഫിന്റെ ഒരു ബാക്ക് ബോൺ ആണ്. എങ്ങനെ ആണ് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത്
എന്നൊക്കെ പറഞ്ഞു തരുന്നത് ധർമ്മയിലാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.